നിമിഷങ്ങൾക്ക് മുമ്പ് സുഹൃത്തുക്കളോട് വളരെ സന്തോഷത്തോടു കൂടി ഇരുന്ന നമ്മുടെ പ്രിയങ്കരനായ ഷമീം ഒരുപാട് പ്ലാനുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു, ഒരുപാട് ജീവിതം, ഒരുപാട് കാലം ജീവിക്കും, ഇനി ഒരുപാട് കാലങ്ങളുണ്ട് ജീവിക്കാൻ എന്നൊക്കെ ഓർത്ത ഷമീം നിമിഷങ്ങൾ കഴിയലോട് കൂടി പെട്ടെന്നൊരു ശബ്ദം, പിന്നെ ഷമീം ഈ ലോകത്തില്ല. വല്ലാത്തൊരു ദുഃഖകരമായൊരു വാർത്തയാണ്. ആരാണ് ഷമീം? എന്താണ് മരണം? എവിടെയാണ് മരണം എന്ന് പറയുന്നതിന് മുമ്പ് പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ള മരണമുണ്ടല്ലോ, വല്ലാത്ത വേദനിപ്പിക്കുന്ന മരണമാണ്. ഷമീമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആരെയും വേദനിപ്പിക്കാതെ സുഹൃത്തുക്കളോടും വലിയ സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി ജീവിച്ച ഷമീം, എല്ലാവർക്കും പ്രിയങ്കരനായ, അവൻ്റെ കൂടെയും അവൻ്റെ സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഷമീം ഒരിക്കലും വിചാരിച്ചില്ല ഇത് എൻ്റെ അവസാന യാത്രയായിരിക്കും, ഞാൻ ഇനി തിരിച്ചു വരില്ല എന്ന്. ഈ ഒരു ഓർമ്മപ്പെടുത്തൽ, നാളെ നാം നിരന്തരമായി വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ്. ഇത് എപ്പോൾ, എങ്ങനെ, എവിടെ, ആർക്കും ഒന്നും അറിയില്ല. നാളെ നമ്മുടെ മരണം എവിടെയായിരിക്കും എന്നറിയില്ല. ഷമീം ഇത് വിചാരിച്ചിട്ട് പോലുമില്ല. ഷമീം ഒരുപാട് പ്ലാനുകൾ ചെയ്തിട്ടാണ് യാത്ര ചെയ്യുന്നത്. ഷമീമിന് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. എൻ്റെ എല്ലാം ഇതാ, ഈ ഒരു യാത്രയിൽ തിരിച്ച് ഞാൻ വീട്ടിലേക്കല്ല, ഞാൻ ആരാരുമില്ലാത്ത ഒറ്റക്ക് കിടക്കണ്ട ഖബറിലായിരിക്കും എൻ്റെ ജീവിതം. ഇന്ന് രാത്രി എൻ്റെ വീട്ടിലായിരിക്കില്ല ഞാൻ ഉറങ്ങുന്നത്, പള്ളിക്കാട്ടിലായിരിക്കുമെന്ന് ഷമീം വിചാരിച്ചത് പോലുമില്ല. പക്ഷെ പെട്ടെന്നൊരു ശബ്ദം, പെട്ടെന്നൊരു മൗനം, എല്ലാം കഴിഞ്ഞു, എല്ലാം അവിടെ അവസാനിച്ചു, അസ്തമിച്ചു. നല്ലൊരു മനുഷ്യൻ്റെ ഒരു വിടവാങ്ങൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിനെ മേലെ ദുഃഖിപ്പിക്കുന്നു. ഷമീം കൃഷ്ണാപുരക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അപകടം, എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം വാർത്ത കേട്ടപ്പോൾ വലിയ സങ്കടമായി. നമുക്ക് തന്നെ ഇത് സഹിക്കാൻ പോലും പറ്റിയില്ല. കാരണം ചെറിയൊരു ചെറുപ്പക്കാരനാണ്, പെട്ടെന്നുള്ള മരണം. ആ കുടുംബം എങ്ങനെ ഇത് താങ്ങും, എങ്ങനെ സഹിക്കും? നാം നിരന്തരമായി വാഹനങ്ങൾ സഞ്ചരിക്കുന്നവരാണ്, എപ്പോൾ എവിടെ വെച്ചു. പക്ഷേ ഷമീം പോകുന്ന ആ ഒരു സ്ഥലം വല്ലാത്തൊരു അപകടം, ഒരുപാട് അപകടം നടന്ന സ്ഥലമാണ്. ഇതിന് മുമ്പ് തന്നെ ഒരു 6-7 അപകടങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇതിന് മുമ്പ് ഒരു ഓട്ടോ ഡ്രൈവർ റിക്ഷ അപകടം, അങ്ങനെ പല അപകടം സംഭവിച്ച, കാരണം അവിടെ കൃത്യമായ ഒരു ഇരുമ്പിൻ്റെ വേലി മറ്റൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. ഇത്തരത്തിലുള്ള സ്ഥലങ്ങളൊക്കെ നമ്മുടെ റോഡിലേക്ക് നാം സഞ്ചരിക്കാൻ നമുക്ക് കാണാം. എൻ്റെ പ്രിയമുള്ളവർ, അള്ളാഹുവിൻ്റെ ഖദർ എവിടെ എത്തിയോ അവിടെ അള്ളാഹുലേക്ക് മടങ്ങൽ നിർബന്ധമാണ്. പിന്നെ ചിന്തിക്കാനോ മുന്തിക്കാനോ ഒന്നും ഉണ്ടാവില്ല. ചില കാരണങ്ങളാണ് മരണത്തിന്. കുറച്ച് ശ്രദ്ധിച്ചിരുന്നെങ്കിലോ, അങ്ങനെ അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹു മരണം വെച്ചത് എവിടെ നിന്നറിയില്ല. ഞാൻ വിചാരിക്കും ഷമീം ശ്രദ്ധിച്ചു ഓട്ടിയിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലായിരുന്നു. ഒരിക്കലും എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു മരണം നിശ്ചയിച്ചു കഴിഞ്ഞിട്ടുണ്ട്, എവിടെയാണ്, എങ്ങനെയാണ് എന്നുള്ളത്. ഇത്തരത്തിലുള്ള മരണം എൻ്റെ പ്രിയപ്പെട്ട കുടുംബക്കാർക്ക് താങ്ങാൻ പറ്റൂല എന്ന് നമുക്ക് കൃത്യമായി അറിയാം. ഈ മരണം വാർത്ത കേട്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അള്ളാഹ് ഈ ഞങ്ങൾക്ക് തന്നത് തിരിച്ചു കൊണ്ടുപോയി എന്ന് ക്ഷമയോടുകൂടി നാം ഇത് കൈകാര്യം ചെയ്താൽ തീർച്ചയായും ഷമീമിന് അള്ളാഹു ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി നമ്മളെല്ലാവരെയും അള്ളാഹു ഷമീമിന് പൊരുത്തു കൊടുക്കട്ടെ. സാധിക്കുന്നവരൊക്കെ ഒരു ഫാത്തിയ സൂറത്തെങ്കിലും ഓതി ഷമീമിന് ഹദിയ ചെയ്യണം. ആരാണ് ഷമീം? ആ നാട്ടുകാർക്ക്, കുടുംബക്കാർക്ക് പ്രിയപ്പെട്ടവനായ ഷമീം. ഇന്നെൻ്റെ പ്രിയപ്പെട്ടവരെ, ആ പ്രിയപ്പെട്ടവർക്ക് താങ്ങാൻ പറ്റാത്തൊരു ദുഃഖവാർത്തയാണ് നമുക്ക് കേൾക്കാൻ സാധിച്ചത്. കൊച്ചിയിൽ വെച്ചിട്ടാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത്. അപകടം സംഭവിക്കുമ്പോൾ ആ കാറിൽ ഷമീമിൻ്റെ കൂട്ടുകാർ, സുഹൃത്തുക്കൾ 4 പേരുണ്ടായിരുന്നു. അവർക്ക് അപകടത്തിലും അവരും ഉൾപ്പെട്ടിരുന്നു.
അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഏകദേശം രക്ഷാപ്രവർത്തകർ പറയുന്നുണ്ട് 20 മിനിറ്റോളം നമുക്ക് സമയം വേണ്ടി വന്നു രക്ഷപ്പെടുത്താൻ. ആഴത്തിലുള്ള ഒരു കുഴിയാണ്. ആഴത്തുള്ള കുഴിയിലാണ് ഷമീം വീഴുന്നത്. ഷമീമിൻ്റെ കാറും ഷമീം സുഹൃത്തുക്കളൊക്കെ മറ്റുള്ളവർ ഒരല്പം സ്വല്പം അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ഷമീം എന്നേക്കുമായി ദുഃഖമായി തീർന്നു. എല്ലാവരുടെ പ്രിയപ്പെട്ടവനായ ഷമീം, ആ നാട്ടിലെ ആ കുടുംബത്തിലെ പ്രിയപ്പെട്ടവൻ ഇനി ഓർമ്മ മാത്രയാണ്. നമുക്ക് ഓർക്കണം, നാം നിരന്തരമായി വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, വാഹനത്തിൽ കയറുമ്പോൾ എപ്പോഴും ഒതുവോടുകൂടി തന്നെ യാത്ര ചെയ്യുക. കാരണം നമ്മുടെ മുമ്പിൽ വരുന്നവൻ ഏതവസ്ഥയിലും അറിയില്ലല്ലോ. പെട്ടെന്ന് ഇങ്ങനെ സഞ്ചരിച്ചു വരുമ്പോൾ ചെറിയവർ ഉറക്കം തൂങ്ങിയാൽ തീർന്നു. നാം പറയും നാം വളരെ ശ്രദ്ധയോടുകൂടി വാഹനം ഓടിക്കുമെന്നും സംഭവിക്കില്ല. അങ്ങനെ ധൈര്യമുള്ളത് കൊണ്ടല്ലേ എല്ലാവരും വാഹനം ഓടിക്കുന്നതും. ഷമീമും വിചാരിച്ചിരുന്നു ഇങ്ങനെ സംഭവിക്കുമെന്ന്? ഒരിക്കലുമില്ലല്ലോ. പ്രിയപ്പെട്ടവർ നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാണ് പെട്ടെന്ന് നമ്മൾ വിട പറഞ്ഞു പോകുന്നത്. ആരെയും വേദനിപ്പിക്കാതെ എല്ലാവരോടും സ്നേഹത്തോടു കൂടി പെരുമാറിയിരുന്ന ഷമീം, എൻ്റെ പ്രിയപ്പെട്ടവരെ, തീരാ ദുഃഖമായി എന്നുള്ള വാർത്ത ഒരിക്കലും നമുക്ക് തന്നെ ഇത് വേദനയാണ്. എന്നാൽ ഷമീമിൻ്റെ ഉറ്റവർ, ഉടയവർ, ഷമീമിനെ ഏറെ സ്നേഹിക്കുന്നവരുടെ മനസ്സ്, പ്രിയപ്പെട്ടവരെ, അവരെങ്ങനെ താങ്ങും? അവർക്ക് ക്ഷമ അവർ കൈകൊള്ളാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രത്യേകം നാം ദുആ ചെയ്യണം. അള്ളാഹു അവർക്ക് ഈ ഒരു പരീക്ഷണത്തിൽ ക്ഷമിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. അപകട മരണങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ വർദ്ധിച്ച ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരുന്നത്. നിരന്തരം അപകടങ്ങളാണ്. എത്ര അപകടമാണ്! എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊരു ചെറുപ്പക്കാരനുണ്ട്, ഷാഫി എന്ന പേര്. അദ്ദേഹം വീടിൻ്റെ തൊട്ടടുത്ത് എല്ലാവരും സ്നേഹത്തോടു കൂടി പെരുമാറിയ, ആരും എന്ത് വിഷയത്തിലും എല്ലാ കൂടെ സഹായിച്ചും സഹകരിച്ചു കൊണ്ട് പെരുമാറിയ ഷാഫി എന്ന ആ ചെറുപ്പക്കാരൻ പെട്ടെന്നാണ് ഒരു അപകടമുണ്ടായത്. പെട്ടെന്ന് മരണപ്പെട്ടു പോയി. പക്ഷേ ആ അപകടം കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു. എന്നാലും ഇന്നും ആ കുടുംബത്തിനും ആ മാതാപിതാക്കൾക്ക് താങ്ങാൻ പറ്റുന്നില്ല. എൻ്റെ കുടുംബത്തിൽ ഒരുപാട് ചെറുപ്പക്കാർ അപകടത്തിൽ മരണപ്പെട്ടു പോയി. മറ്റൊരു ജ്യേഷ്ഠൻ മരണപ്പെട്ടു പോയി. ഇവരൊക്കെ മരണപ്പെട്ട് വർഷങ്ങളായി. പക്ഷേ ഇന്നും ഉമ്മമാർക്ക്, മാതാപിതാക്കൾക്ക് ആ ഒരു ഓർമ്മ, ആ മകൻ്റെ ഒരു ഓർമ്മ അവർക്ക് മറക്കാൻ പറ്റുന്നില്ല. എന്ത് സംസാരിക്കുമ്പോൾ എപ്പോഴും ആ വീട്ടിലെ സംസാരം അവനെക്കുറിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള മരണത്തിന് ഷഹീദിൻ്റെ പ്രതിഫലമുണ്ടെന്ന അല്ലാഹു ഷഹീദിൻ്റെ പ്രതിഫലം ഷമീമിന് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവേ, നമുക്ക് നിരന്തരമായി വാഹനങ്ങൾ സഞ്ചരിക്കുന്നവരാണ് റഹ്മാനെ. എൻ്റെ തീരുമാനം എന്തെന്നറിയില്ല റബ്ബേ. ഈമാനോട് കൂടി നമ്മളെ നീ മരിക്കുന്ന നേരം രക്ഷപ്പെടുത്തണേ അല്ലാഹ്. പ്രിയമുള്ളവർ, യാത്ര ചെയ്യുമ്പോഴൊക്കെ ഹലാലായ യാത്രയിലായിരിക്കണം. നാം ഹറാമായ യാത്രയിലൊക്കെ ആയാൽ തീർച്ചയായും നാം പരാജയപ്പെട്ടു പോകും. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.